അപ്പോൾ ഞാൻ നമ്മുടെ വെലോഡ്രോമിൽ വേറെ ഒരു ബൈക്കിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നോട്ടോ. അപ്പോൾ ഇരിക്കുന്ന ഭയങ്കര സർപ്രൈസ് ആയിപ്പോ കേട്ടോ. അതായത് ഒരു ഒന്നൊന്നര സർപ്രൈസ് എന്ന് പറയാം. ഈ ഇരിക്കണ മുതൽ ഈ ഒരു ബൈക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എവിടെയെങ്കിലും കണ്ടിടുന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? പക്ഷേ ഈ ഒരു ബൈക്ക് നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഇത് ഫസ്റ്റ് ബൈക്കാണ് തോന്നുന്നു ലോഞ്ച് ചെയ്തേക്കണേ. നമ്മുടെ ട്രെക്കിൻ്റെ FX3 ആട്ടോ, ഏറ്റവും പുതിയ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിറക്കിയേക്കണ ഏറ്റവും പുതിയ FX3 ആണ്. നമ്മളിത് ഇൻ്റർനാഷണൽ ഒരു വീഡിയോയിലൊക്കെ മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവും. എൻ്റെ പൊന്നെ എന്താ പറയുക, ഭയങ്കര സർപ്രൈസ് ആയപ്പെട്ടത്. ആ ഒരു വേറൊരു ഞാൻ പറഞ്ഞില്ലേ വേറൊരു വണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു പ്ലാനില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ബൈക്ക് കണ്ടപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ബൈക്ക് നിങ്ങളെ കാണിച്ചു തരാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ വലിയൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട, ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ട്രെക്കിൻ്റെ FX2 ആണ്. ഈ ഒരു മോഡൽ അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പ്രീവിയസ് മോഡലായിട്ട്, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ്ലി FX1 മുതൽ FX3 വരെ എല്ലാം ഈ ഒരു ഡിസൈനിൽ പുതിയൊരു ഡിസൈനിലായിട്ട് വരുന്നത്. കംപ്ലീറ്റ്ലി ഒരു റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു പഴയ FX സീരീസ് ആയിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് DS സീരീസ് നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. DS-നോട് ഏകദേശം സാമ്യമുള്ളൊരു ബൈക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ FX3 എന്ന് പറയുന്നത് ഒരു കമ്പനി അവിടെ സൈറ്റിലൊക്കെ കൊടുത്തേക്കുന്ന 2025 മോഡലിനാണ് കേട്ടോ. കാര്യം പറഞ്ഞപ്പോൾ 2024 എന്നാൽ 2025 മോഡലിനാണ് കമ്പനി പറയുന്നത്. കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞ റീഡിസൈൻ ചെയ്തിട്ട് ആ ഒരു പഴയ ഒരു ബൈക്കായിട്ട് മെയിനായിട്ട് ആ ഒരു ഫ്രെയിമാണ്. പഴയ ബൈക്കിൽ നമ്മൾ കണ്ടിരുന്ന ആ ഒരു ഫ്രെയിമല്ല, ആ ഒരു ഫ്രെയിം എടുത്ത് മാറ്റി വേറെ ഒരു ഫ്രെയിം കൊണ്ടുവന്നേക്കോട്ടെ. പിന്നെ ഓൾമോസ്റ്റ് കുറേ കമ്പോണൻസ് ഒക്കെ പഴയ ഒരു മോഡലുണ്ടായിരുന്നൊക്കെയാണ് ഈ ഒരു ബൈക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ബൈക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അതിൻ്റെ ജോമെട്രിയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. എന്തായാലും ഞാനിത് റൈഡ് ചെയ്ത് നോക്കുന്നില്ല, കാരണം നമ്മുടെ കയ്യിൽ ഇതൊരു ഡെലിവറിക്ക് വന്നേക്കുന്ന ഒരു ബൈക്കാണ്. പിന്നെ നമ്മുടെ ഗോപ്രോ ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അത്ര ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഈ ഒരു ബൈക്ക് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നു. മറ്റൊരവസരത്തിൽ നമുക്കിത് ഓടിച്ച് നോക്കാനൊക്കെ അവസരം കിട്ടുവാണെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂയും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഇപ്പം ഇറങ്ങുന്ന DS സീരീസ് ഇല്ലേ, DS-ൻ്റെ ഒക്കെ ആ ഒരു ഫ്രെയിമിനോട് ഏറെ സാമ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു സെയിം ഫ്രെയിമാണ് ഇതിൽ യൂസ് ചെയ്തേക്കണമെന്ന് തോന്നുന്നു. DS-ൻ്റെ ആ ഒരു ഭയങ്കര ഒരു ചേഞ്ച് അല്ലായിരുന്നു കൊണ്ടിരുന്നത്. കാരണം പഴയ ഒരു മോഡൽ മാറ്റിയിട്ട് അവർ റീഡിസൈൻ ചെയ്തിട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു DS സീരീസ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ FX-ഉം ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. ട്രെക്കിൻ്റെ ആൽഫ ഗോൾഡ് സീരീസിൽ വരുന്ന ഫ്രെയിമാണ്, പുതിയൊരു ഫ്രെയിമാണ്. ഫ്രെയിം സൈസ് നമുക്ക് സ്മോൾ മുതൽ XL വരെ അത്രയും സൈസിലാണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത്. ലൈറ്റ് വെയ്റ്റ് ഫ്രെയിമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 12 കിലോയിലൊക്കെ താഴെ, 11.5 കിലോ 12 കിലോ ഏകദേശം ആ ഒരു ഇതിലാട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഏറെ നമുക്കൊരു ചേഞ്ച് ആയിട്ട് തോന്നുന്നത് ഇപ്പം ഈ പുതിയ ഫ്രെയിമിൽ, അത് DS-ലും ആയിക്കോട്ടെ, ഇതിൽ വരുന്ന ഒരു കണ്ട കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള മൗണ്ട്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ബോൺട്രജറിൻ്റെ ഒരു ഫ്രെയിം ബാഗ് കിട്ടും, ആ ഒരു ബാഗ് മൗണ്ട് ചെയ്യാനുള്ള മൗണ്ട്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ബൈക്ക് പുതിയൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈക്ക് കൊണ്ട് ടൂർ ചെയ്യട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും ചിലപ്പോൾ കമ്പനിക്കുള്ളത് കേട്ടോ. പിന്നെ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു DS-ൽ കണ്ട ആ ഒരു രീതിക്ക്, ആ ഒരു അലൈൻമെൻറ്റിലാണ് ഇതിലും ചെയ്തേക്കണം കേട്ടോ. പിന്നെ കളറൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മോഡലിൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളറും ഒരു ഗ്രേ കളറും 2 കളറിലാട്ടോ വരുന്നത്. പിന്നെ കേബിൾ റൂട്ടിങ് നമ്മൾ DS-ൽ കണ്ട പോലെ തന്നെ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ഉണ്ടോ ഇതിലാട്ടോ ചെയ്തേക്കണേ. അതാണ് അതിൻ്റെ ഒരു വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ്, മൗണ്ട്സ് കാണാം, ക്യാരിയറൊക്കെ ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഏറ്റവും ഒരു വ്യത്യാസം. മെയിൻ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഫ്രെയിം മാറ്റിയേക്കണം തന്നെ കേട്ടോ. ഫോർക്ക് വരുന്നത് കാർബൺ ഫോർക്കാണ്. പ്രീവിയസ് ആ ഒരു മോഡലിലും കാർബൺ തന്നെയായിരുന്നു. കാർബൺ ഫോർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർക്കിൽ നമുക്ക് ഒരു മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഫോർക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ട്രക്കിൻ്റെ ലോഗോ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ജോമെട്രി എനിക്ക് തോന്നണേ ആ ഒരു DS-ൽ വരുന്ന ഒരു സെയിം, ഓൾമോസ്റ്റ് സെയിം ജോമെട്രി ഒക്കെ ആയിരിക്കും ഈ ഒരു. അത് ഞാൻ കൂടുതലും നോക്കിയില്ല കേട്ടോ, അത്ര ഒരു പ്രിപ്പയർ ആയിട്ട് വന്ന് ചെയ്യുന്നൊരു വീഡിയോ അല്ല, ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഫ്രെയിം പറഞ്ഞു, ഫോർക്ക് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കമ്പോണൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വേറെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൂപ്പ് സെറ്റ് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഷിമാനോ ക്യൂസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അതാണ് പുതിയതായിട്ട് കമ്പനി കൊണ്ടുവന്നേക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. നമുക്ക് ഫ്രണ്ടിൽ സിംഗിൾ ക്രാങ്ക് ആയിട്ടോ വരുന്നത്. 1:10 ആണ് കോമ്പിനേഷൻ വരുന്നത്, സിംഗിൾ ക്രാങ്ക്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ക്യാസറ്റ് എന്ന് പറയുന്ന സംഭവം 1148 ആ ഒരു ഷിമാനോ ക്യൂസ് ആട്ടോ സംഭവം. കണ്ടോ, ഡീറൈലർ വരുന്ന ഷിമാനോ ക്യൂസ്. ഫ്രണ്ടിൽ സിംഗിൾ ക്രാങ്ക് ആണ്, അതുകൊണ്ട് നമുക്ക് ഡീറൈൽ വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഷിഫ്റ്റർ വരുന്നത്. അതിലും ആ ഒരു ഗിയറിൻ്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് അനായാസമായിട്ട് നമുക്ക് ഈ ഒരു ബൈക്ക് റൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.
മെയിൻ്റനൻസ് കുറവാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഹോളോടെക് റാങ്കാണ് വരുന്നത്. കണ്ടില്ലേ, ഒരു ബോട്ടം ബ്രാക്കറ്റ് കണ്ടില്ലേ, ഹോളോടെക്കാണ് വരുന്നത്. അപ്പോൾ സാധാരണ ഒരു നോർമൽ ബോട്ടം ബ്രാക്കറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രാങ്ക് വെച്ച് കമ്പയർ ചെയ്യുന്നതിന് കുറച്ചൊന്ന് ഫ്രിക്ഷൻ കുറവായിരിക്കും, മെയിൻ്റനൻസ് കുറവായിരിക്കും. അതൊക്കെയാണ് ഈ ഒരു ഹോളോടെക്കിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ. മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാസറ്റ് കണ്ടില്ലേ, അത് 1148, അത് ഷിമാനോയുടെ കാസറ്റ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചെയിനൊക്കെ ഷിമാനോയുടെ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ബ്രേക്സ് ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ്, ഷിമാനോടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഉണ്ടല്ലേ, ആ ഒരു ഫോർക്കിൻ്റെ അകത്തോടെ തന്നെ നീറ്റായിട്ട് അധികം കേബിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബൈക്കിൽ കാണാൻ സാധിക്കില്ല കേട്ടോ. അതൊക്കെ ഹൈഡായിട്ട് തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഷിമാനോയുടെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ആ ഒരു ഹാൻഡിൽ ബാർ, അതിൽ ആ ഒരു കമ്പോണൻസ് ഒക്കെ ആ ഒരു പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന ആ ഒരു സെയിം തന്നെ കേട്ടോ. 600 mm വിഡ്ത്ത് വരുന്ന ബോൺട്രജറിൻ്റെ അലോയ് ഹാൻഡിൽ ബാർസ് ആണ്. ഈ ഒരു ഹാൻഡിൽ ഗ്രിപ്പൊക്കെ ഇതൊക്കെ ബോൺട്രജറിൻ്റെ ആട്ടോ. ഇതൊക്കെ ഒരു പഴയ മോഡലിൽ ഈ ഒരു സെയിം ഗ്രിപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഫ്രെയിമും ആ ഒരു ഗ്രൂപ്പ് സെറ്റും മാറ്റിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഡിയോർ ആയിരുന്നു, അത് മാറ്റിയപ്പോൾ ക്യൂസിലേക്ക് വന്നിട്ടുണ്ട്. അതും പിന്നെ ഈ ഒരു ഫ്രെയിമാണ് മേജറായിട്ടുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നു. ബാക്കി ഇതൊക്കെ ആ ഒരു പ്രീവിയസ് മോഡലിൽ കണ്ട ഒരു കമ്പോണൻസ് തന്നെ കേട്ടോ. അതിൻ്റെ ഹെഡ്സെറ്റ്, സ്റ്റെമ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. വീൽ സെറ്റിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഈ ഒരു പുതിയ മോഡലിലേക്ക് വന്നപ്പോൾ സംഭവിച്ചിട്ടില്ല. ആ ഒരു പഴയ മോഡലിലുണ്ടായിരുന്ന ആ ഒരു സെയിം തന്നെയാണ്. ബോൺട്രജറിൻ്റെ ആണ്, അലോയ് റിംസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹബ്ബ് വരുന്നത് ഫോർമുലയുടെ ഹബ്ബാണ്. ഈ ഒരു സ്പോക്കൊക്കെ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നമുക്ക് ത്രൂ ആക്സിലാണ്, റിയറിലാണ് നമുക്ക് കിക്ക് റിലീസ് വരുന്നത്. ഫ്രണ്ട് ത്രൂ ആക്സിലാട്ടോ. അതുപോലെ തന്നെ ടയർ അത് 700x35C നമ്മുടെ FX2-ലൊക്കെ വരുന്ന ഒരു സെയിം ടയർ തന്നെ, ബോൺട്രജറിൻ്റെ H2 കോംബ് എന്ന് പറഞ്ഞ ഒരു ടയർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് 35 ആണ് സ്റ്റോക്ക് വരുന്നത്. 40 വരെ നമുക്ക് ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ 40. കാരണം ഈ ഒരു ബൈക്ക് ഞാൻ പറഞ്ഞില്ല, ഈ FX സീരീസ് എന്ന് പറയുന്നത് പക്ക ഒരു പെർഫോമൻസ് സീരീസാണ്, പെർഫോമൻസ് ഹൈബ്രിഡാണ്. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ഇതൊരു ടൂറിങ് ഫ്രണ്ട്ലിയാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടയറിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ ഓപ്ഷൻ ഉണ്ട്. 40 സൈസ് വരെ ഇതിൽ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. സ്റ്റോക്ക് വരുന്നത് 700x35C ആണ് വരുന്നത്. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് ട്യൂബ്ലെസ് റെഡി റിമ്മാട്ടോ. നമുക്ക് ട്യൂബ്ലെസ് ടയർ ഇടാൻ പറ്റും. സ്റ്റോക്ക് വരുന്നത് ട്യൂബ്ലെസ് ടയർ അല്ല, നമ്മൾ ആ ഒരു ടയറൊക്കെ മാറുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ട്യൂബ്ലെസ് ടയറൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ട്യൂബ്ലെസ് റെഡി റിമ്മാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സാഡിൽ എന്ന് പറയുന്നത് ഒരു പഴയ മോഡലിലുണ്ടായിരുന്ന ആ ഒരു സെയിം സാഡിൽ തന്നെയാണ് ഇതിലും വരുന്നത്. അത് ബോൺട്രജറിൻ്റെ സാഡിലാട്ടോ. പക്ക പ്രീമിയം ക്വാളിറ്റി ആ ഒരു ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സാഡിലാണ്. കംഫോർട്ടും നമുക്ക് പറയാതിരിക്കാൻ പോയ നല്ല കംഫോർട്ടായിട്ടുള്ളൊരു നല്ല കുഷനിങ് ഉള്ളൊരു സാഡിൽ തന്നെയായിട്ട് ഇതിലും കൊടുത്തിരിക്കുന്നത്. സീറ്റ് പോസ്റ്റ് നമുക്ക് ഇതാണ് വരുന്നത്. ഇതിൽ ക്വിക്ക് റിലീസ് ഒന്നുമില്ല. FX സീരീസിലൊന്നിലും സീറ്റ് പോസ്റ്റിൽ ക്വിക്ക് റിലീസ് വരുന്നില്ല കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് എല്ലാത്തിലും ഈ എലങ്കി വെച്ചിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതിപ്പോൾ സീറ്റ് പോസ്റ്റിൻ്റെ ആയിക്കോട്ടെ, ഇവിടെ ഈ കാണുന്ന എല്ലാ എലങ്കീസിനും ഇതിന് ടോർക്കുണ്ട്. അതായത് നമുക്കിത് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവറായിട്ടൊന്നും ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ടോർക്ക് നോക്കിയിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്യാൻ. ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ നിങ്ങൾ ഇതൊക്കെ ടൈറ്റ് ചെയ്യാൻ ഓവറായിട്ടൊന്നും, ഞാനത് വേറെ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ടോർക്ക് ലിമിറ്റർ ഒരു ടൂളുണ്ട് അതിന് ആക്ച്വലി. അപ്പോൾ നമുക്ക് അറിയത്തില്ലെങ്കിൽ ചെയ്യാതിരിക്കുക, സർവീസിനെ കൊടുക്കുമ്പോൾ അവരോട് ചെയ്തു തരാനായിട്ട് പറയാം. ആ ഒരു കാര്യം ഞാൻ വേറെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടോ, ഇതിൽ കറക്റ്റ് അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടേ. അപ്പോൾ അതനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ വേറെ അക്സസറീസ് ആയിട്ട് വേറെ ഒന്നും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നില്ല. ആ ഒരു സ്റ്റാൻഡ് ബോൺട്രജറിൻ്റെ സ്റ്റാൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു പെഡലൊക്കെ അഡീഷണൽ വെച്ചേക്കണം കേട്ടോ. അത് ഈ ഒരു ബൈക്കിൻ്റെ കൂടെ വരുന്നില്ല. അതൊക്കെ നമ്മൾ അഡീഷണൽ തന്നെ വാങ്ങിച്ച് വെക്കേണ്ടി വരും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കമ്പോണൻസ് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ട്രക്കിൻ്റെ ബൈക്സിൻ്റെ ഒരു ഷെയർ ചെയ്തേക്കുന്നത് ബോൺട്രജറിൻ്റെ ആയിരിക്കും. ഇവരുടെ ഇൻഹൗസ് പ്രൊഡക്റ്റ് ആട്ടോ. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ബോൺട്രജറിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ട്രക്കിൻ്റെ ബൈക്സിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന DS സീരീസ് ആയിട്ട് ഈ ഒരു FX കാഴ്ചയിലേറെ സാമ്യം തോന്നുമെങ്കിലും ഇത് തമ്മിലുള്ള വേറെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് ബൈക്കിലും യൂസ് ചെയ്തേക്കുന്ന ടയർ സൈസാണ്. DS നമുക്ക് 650 ആണ്, ഇതിൽ 700 ആണ് വരുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു പെർഫോമൻസ്, നല്ല റോഡ്സിലൊക്കെ കുറച്ചുകൂടി ഒരു ബെറ്റർ റോളിംഗ് നമുക്ക് ഈ ഒരു FXൻ്റെ ഭാഗത്തു നിന്നായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 79,990 റുപ്പീസാണ്. പഴയ മോഡലിനേക്കാളും കുറച്ചുകൂടെ പ്രൈസ് കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ ഒരു ബൈക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ബൈക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഒരു FX സീരീസ് എന്ന് പറഞ്ഞാൽ FX എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഹൈബ്രിഡാണ് ട്രക്കിൻ്റെ. DS സ്പോർട്സ് ഹൈബ്രിഡും.
അപ്പം ഇതാണ് ആ ഒരു രണ്ട് ഹൈബ്രിഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ DS കുറച്ചുകൂടെ ഒരു ഗ്രാവൽ ടൈപ്പാണ്, ഗ്രാവൽ ബൈക്ക് അല്ല, ഒരു ഗ്രാവൽ ക്യാരക്ടറാണ് വന്നത്. ഇത് പക്ക ഒരു പെർഫോമൻസ് ഹൈബ്രിഡാണ്. പക്ഷേ ഇപ്പം അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ബൈക്ക് ടൂർ ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആട്ടോ. പഴയ മോഡലിനൊക്കെ കുറച്ചുകൂടെ നമുക്ക് ടൂർ ചെയ്യാനായിട്ട് ആ ഒരു മൗണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ജോമെട്രി ഞാൻ റൈഡ് ചെയ്ത് നോക്കിയിട്ട് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ എങ്ങനെയാണ് റൈഡ് ഫീൽ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. എന്നാലും കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ടില്ല, അതിൻ്റെ സ്റ്റാക്ക് ആൻഡ് റേഷ്യോയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് സിമ്പിളായിട്ട് ടൂറിങ്ങിനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഈസിയാണ്, 1x ഡ്രൈവ് ട്രെയിനാണ്, മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഞാൻ ഏറെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മോഡലാണ്, കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം FX2 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ മോഡൽ, അതായത് FX സീരീസിൻ്റെ ഒരു പുതിയ മോഡൽ വരുന്നുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞപ്പോൾ മുതലേ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് നമുക്കിത് റിവ്യൂ ചെയ്യാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫസ്റ്റ് വീഡിയോ ചെയ്യണമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ തന്നെയാണ് മലയാളത്തിലെ ഈ ഒരു ബൈക്ക് ഫസ്റ്റ് റിവ്യൂ ചെയ്യുന്നത്. ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ലെങ്കിലും ഒരു ചെറിയൊരു റിവ്യൂ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. അടിപൊളി റിവ്യൂസ് ഇനി നമ്മൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.